ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. ഡിസാസ്റ്റർ നമ്മൾ പഠിച്ചു, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെഫിനീഷൻ പഠിച്ചു. ഇനി ഇതിനൊരു സൈക്കിൾ ഉണ്ട്. കാരണം ഡിസാസ്റ്റർ ഇപ്പോൾ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു വട്ടം വന്നാൽ പിന്നെ വരില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. എന്ത് ദുരന്തത്തിനും വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ജാഗ്രതരായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കിളാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് പ്രിവെൻഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി ടു മാനേജ് ഡിസാസ്റ്റേഴ്സ് എഫക്റ്റീവ്ലി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ ഉള്ള പ്രിവെൻഷനും പ്രിപ്പയർനെസ്സും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസും റിക്കവറിയും ഒക്കെ എഫിഷ്യൻ്റ്ലി അല്ലെങ്കിൽ എഫക്റ്റീവായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പ്രക്രിയയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. ഡിസാസ്റ്റർ ഇമ്പാക്ട്, ഈ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ നമുക്ക് കാണാൻ പറ്റും. ഡിസാസ്റ്റർ ഇമ്പാക്ട്, ഡിസാസ്റ്റർ വന്നു, അത് ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ നമ്മൾ അത് പ്രിപ്പയർ ചെയ്തു. ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ നമ്മൾ അത് പ്രിപ്പയർനെസ് ചെയ്തു. അതിന് മുന്നേ മിറ്റിഗേഷൻ ആണ് പ്രിവെൻഷൻ. ഓക്കെ, ഡിസാസ്റ്റർ ഇമ്പാക്ട് കഴിഞ്ഞിട്ട്, ഡിസാസ്റ്റർ വന്ന് കഴിഞ്ഞിട്ട് അതിനെ റെസ്പോൺസ് ചെയ്തു, റീഹാബിലിറ്റേഷൻ ചെയ്തു, റീകൺസ്ട്രക്ഷൻ. ഓക്കെ, പിന്നെ അതൊരു സൈക്കിൾ പോലെ മിറ്റിഗേഷൻ ആയി, പ്രിപ്പയർനെസ് ആയി, ഡിസാസ്റ്റർ വന്നു, റെസ്പോൺസ്, റീഹാബിലിറ്റേഷൻ. അതെങ്ങനെ സൈക്കിൾ പോലെ പോകുന്ന ഒരു പ്രോസസ്സാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. ഈ റെസ്പോൺസും റീഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും വരുന്നത് റിക്കവറി ഫേസ് ആഫ്റ്റർ എ ഡിസാസ്റ്ററിലാണ്. ഓക്കെ, റെസ്പോൺസ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ, ഇതിനെ നമ്മൾ ആർ ഫേസ് അല്ലെങ്കിൽ റിക്കവറി ഫേസ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ എന്ന് പറയും. മിറ്റിഗേഷനും പ്രിപ്പയർനെസ്സും റിസ്ക് റിഡക്ഷൻ ഫേസ് ബിഫോർ എ ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന് മുന്നേ ഉള്ള ഫേസ് ആണ് എന്തിനു വേണ്ടിയിട്ട്? ആ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ. നമുക്ക് ഒരു ഡിസാസ്റ്ററിനെ വരാതിരിക്കാൻ ചിലപ്പോൾ നമുക്ക് തടയാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അതുമൂലം ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിന്റെ റിസ്കിനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതാണ് മിറ്റിഗേഷനിലും പ്രിപ്പയർനെസ്സിലും വരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, prevention or mitigation. Emergency prevention and mitigation involves measures designed either to prevent hazards from causing emergency or to lessen the likely effect of emergencies. These measures include flood mitigation works, appropriate land use planning, improved building codes, and reduction or protection of vulnerable population and structures. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിലെ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രിവെൻഷൻ അല്ലെങ്കിൽ മിറ്റിഗേഷൻ. ലഘൂകരണം, മിറ്റിഗേഷൻ പറഞ്ഞാൽ ലഘൂകരണം എന്നാണ് മലയാളത്തിൽ പറയാം. ഇത് ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്ററിന്റെ പൊട്ടൻസി അല്ലെങ്കിൽ അതിന്റെ അതുകൊണ്ടുണ്ടാവുന്ന ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ ഹസാർഡ്സിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറ്റിഗേഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക്സ്, അപ്രോപ്രിയേറ്റ് ലാൻഡ് യൂസ് പ്ലാനിങ്, ഇംപ്രൂവ്ഡ് ബിൽഡിംഗ് കോഡ്സ്, റിഡക്ഷൻ ഓർ പ്രൊട്ടക്ഷൻ ഓഫ് വൾനറബിൾ പോപ്പുലേഷൻ ഒക്കെ മിറ്റിഗേഷൻ അല്ലെങ്കിൽ പ്രിവെൻഷന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രിപ്പയർനെസ്, തയ്യാറെടുപ്പ്. ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നുള്ള തയ്യാറെടുപ്പാണ് പ്രിപ്പയർനെസ്. എമർജൻസി പ്രിപ്പയർനെസ് ഈസ് എ പ്രോഗ്രാം ഓഫ് ലോങ് ടേം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് whose goals are to strengthen the overall capacity and capability of a country to manage efficiently all types of emergency. ആ ലാസ്റ്റ് വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കൺട്രീനെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ ഒരു ഡിസാസ്റ്റർ വന്നാൽ എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ ആ കൺട്രീനെ പ്രാപ്തരാക്കുന്ന പ്രോസസ്സാണ് പ്രിപ്പയർനെസ്. അതൊരു ലോങ് ടേം ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയാണ്. പ്രിപ്പയർനെസ് എന്താണ്?
ലോങ് ടേം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സൊസൈറ്റീനെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ കാപ്പബിൾ ആക്കുക. എന്തിന്? എമർജൻസി സിറ്റുവേഷൻ എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ. അതാണ് പ്രിപ്പയർനെസ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റെസ്പോൺസ്. ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ടുള്ള ഫേസാണ് റെസ്പോൺസ്. വന്നു കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെ അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ സർവൈവേഴ്സ് എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യണം എന്നാണ് റെസ്പോൺസ് ഫേസിൽ പഠിക്കുന്നത്. ആക്ഷൻ ടേക്കൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ ഡിസാസ്റ്റർ ഇൻക്ലൂഡിങ് സെർച്ച് ആൻഡ് റെസ്ക്യൂ, ഫസ്റ്റ് എയ്ഡ്, ട്രയേജ്, ടാഗിങ് ആൻഡ് പ്രൊവൈഡിങ് റിലീഫ്. റെസ്പോൺസ് ഫേസിൽ വരുന്നതാണ് എന്ത്? ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് ആ ഡിസാസ്റ്ററിൽ പെട്ടുപോയ ആൾക്കാരെ സെർച്ച് ചെയ്യുക, സെർച്ച് ആൻഡ് റെസ്ക്യൂ, പിന്നെ അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക, അവരെ ട്രയേജ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, ടാഗ് ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം ട്രീറ്റ്മെന്റ് വരുന്നവരനൊക്കെ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുക. അതൊക്കെ ഏതിൽ വരുന്നതാണ്? റെസ്പോൺസ് ഫേസിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ദിസ് ഈസ് ഫൈനൽ ഫേസ് ഇൻ എ ഡിസാസ്റ്റർ should lead to restoration of pre-disaster conditions. Long-term efforts to rebuild and restore communities, including infrastructure development and economic recovery. റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷനിൽ വരുന്നത് ഇതാണ് ഫൈനൽ പ്രോസസ്സ്. കാരണം എങ്ങനെയാണോ ഡിസാസ്റ്ററിന് മുന്നേ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത് അതിലേക്ക് റീസ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്? റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ. ഇതൊരു ലോങ് ടേം എഫക്റ്റ് ആണ്. ആ കമ്മ്യൂണിറ്റീനെ റീബിൽഡ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു ലോങ് ടേം ഫോർ പ്രീ ഡിസാസ്റ്റർ കണ്ടീഷൻ. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിലത്തെ 4 ഫേസുകളാണ് നമ്മൾ പഠിച്ചത്. പ്രിവെൻഷൻ ഓർ മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റീകൺസ്ട്രക്ഷൻ ഓർ റീഹാബിലിറ്റേഷൻ. പ്രിവെൻഷൻ ഓർ മിറ്റിഗേഷനും പ്രിപ്പയർനെസ്സും റിസ്ക് റിഡക്ഷൻ ഫേസിലും, റെസ്പോൺസ്, റീകൺസ്ട്രക്ഷൻ, റീഹാബിലിറ്റേഷൻ റിക്കവറി ഫേസിലുമാണ് വരുന്നത് ഡിസാസ്റ്റർ വന്നതിന് ശേഷം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൾണറബിലിറ്റി എന്താണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു വൾണറബിലിറ്റി, ദുർബലത. വൾണറബിലിറ്റി റെഫേഴ്സ് ടു ദി സസെപ്റ്റബിലിറ്റി ഓർ exposure of a community, system or asset to the impact of a disaster. It's measure how likely something is to be damaged or affected. Vulnerability എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ഒരു ദുർബലത. ഒരു ദുരന്തം ഉണ്ടായോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാലോ അതിൻ്റെ ആഘാതം ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റത്തെയോ വേണ്ട ഒരാളെ തന്നെ എത്രത്തോളം അത് ബാധിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അതിന് വിധേയമാകുന്നു എന്നതിൻ്റെ അളവാണ് എന്ത്? ദുർബലത. ഓക്കെ, ആ എക്സ്പോഷർ അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി ആണ് എന്ത്? വൾണറബിലിറ്റി. എത്രത്തോളം നമ്മൾ വൾണറബിൾ ആണ് അത്രത്തോളം ആ ലോസസ് കൂടിക്കൊണ്ടിരിക്കും. വൾണറബിലിറ്റി റെഡ്യൂസ് ചെയ്താൽ ഇമ്പാക്റ്റും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, വൾണറബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ട്രയേജ്. ട്രയേജ്, ദ ടേം ട്രയർ originate from the French word trier meaning to sort. Triage in disaster management is a process of sorting and prioritizing patients to ensure the most effective use of limited medical resources. നമ്മൾ റെസ്പോൺസ് ബേസിൽ പഠിച്ചു ട്രയേജ്, ടാഗിങ് ഒക്കെ. അപ്പൊ ട്രയേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിക്ടിംസിനെ അല്ലെങ്കിൽ ആ സർവൈവേഴ്സിനെ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ സോർട്ട് ചെയ്യുക. നമ്മൾ ട്രയേജ് ഒരു ഫ്രഞ്ച് വേർഡാണ്. ട്രയർ എന്ന് എടുത്ത ഒരു ഫ്രഞ്ച് വേർഡാണ് എന്ത്? ട്രയേജ്. എന്താ അതിൻ്റെ അർത്ഥം? സോർട്ട് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വിക്ടിംസിനെ ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. എന്ത് രീതിയിൽ? വെറുതെ സെപ്പറേറ്റ് ചെയ്താൽ പോരാ, അവരെ പ്രിയോറിറ്റൈസ് ചെയ്യണം. ആർക്കാണോ ഏറ്റവും വേഗത്തിൽ ട്രീറ്റ്മെന്റ് വേണ്ടത്, ആർക്കാണ് അത്ര കുഴപ്പമില്ലാത്തത്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അവരെ
ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് എന്ത്? ട്രയേജ്. ഓക്കെ, പ്രിയോറിറ്റി ബേസ്ഡിലാണ് കേട്ടോ. പ്രിയോറിറ്റി ബേസ്ഡിലാണ് നമ്മൾ ട്രയേജിൽ എപ്പോഴും ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്നത്. അത് 4 രീതിയിലാണ് ട്രയേജ്, 4 കളർ കോഡാണ് ട്രയേജിനുള്ളത്. പ്രിയോറിറ്റി കളർ 4 ഏതൊക്കെയാണ്? റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. ഏതൊക്കെയാണ്? റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. റെഡ് എന്ന് പറഞ്ഞാൽ റെഡിൽ വരുന്നത് ഹൈ പ്രയോറിറ്റി, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വേണ്ടത്, അവരെ പെട്ടെന്ന് തന്നെ നമ്മൾ മെഡിക്കൽ കെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് റെഡ്, ഹൈ പ്രയോറിറ്റി. പിന്നെ വരുന്നതാണ് യെല്ലോ. യെല്ലോയില് മീഡിയം പ്രയോറിറ്റി വിക്ടിംസ് ആണ്, അവരെ പെട്ടെന്ന് മാറ്റേണ്ടതില്ല. റെഡിലത്തെ ആൾക്കാരൊക്കെ മാറ്റിയതിന് ശേഷം യെല്ലോത്തെ ആൾക്കാരെ മാറ്റിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗ്രീൻ. ഗ്രീൻ നമുക്ക് ആംബുലേറ്ററി ആണ്. ആംബുലേറ്ററി പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല, അവര് നടക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്, അവരെ പെട്ടെന്ന് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്ലാക്ക്. ബ്ലാക്കിൽ വരുന്നത് ഡെഡ്. എന്തെങ്കിലും വലിയ ഡിസാസ്റ്റർ ഒക്കെ ആച്ചെങ്കിൽ അവിടെ ഡെഡിന്റെ നമ്പറും കൂടുതലായിരിക്കും, അവരെ ബ്ലാക്ക് കാറ്റഗറിയിലും. റെഡില് ഹൈ പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് എത്രയും വേഗം വേണ്ടവരെ റെഡിലും, അത്ര കുഴപ്പമില്ല പിന്നെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി എന്നുള്ളവരെ ഏതിലാ? മീഡിയം പ്രയോറിറ്റിക്കാരെ യെല്ലോയിലും. ആംബുലേറ്ററി പേഷ്യൻസിനെ ഗ്രീനിലുമാണ് നമ്മൾ ഇടുക. ഓക്കെ, ഈ 4 കളർ കോഡും ട്രയേജും ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിട്ട് എക്സാമിന് പോവാം. നെക്സ്റ്റ് വൺ ടാഗിങ്. ടാഗിങ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തുല്ലോ, അപ്പൊ അവരുടെ ഓരോ ഒരു ടാഗാണ്. ടാഗ് അതിൽ അവരുടെ എന്തൊക്കെ കൊടുക്കണം? ട്രയേജിന്റെ കളർ കോഡ്, അവരുടെ നെയിം, ഏജ്, പ്ലേസ്, അതുപോലെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് വേണ്ടത്, അതൊക്കെ കൊടുത്ത് അവർക്ക് ഒരു ടാഗ് കൊടുക്കുന്നതാണ് എന്ത്? ടാഗിങ്. ഓക്കെ, വൾനറബിലിറ്റി പഠിച്ചു, ട്രയേജ് പഠിച്ചു, ട്രയേജിന്റെ 4 കളർ കോഡ് പഠിച്ചു, പിന്നെ ടാഗിങ്. ഓക്കെ, ഓൾ പേഷ്യൻസ് ഷുഡ് ബി ഐഡന്റിഫൈഡ് വിത്ത് ടാഗ്സ് സ്റ്റേറ്റിംഗ് ദെയർ നെയിം, ഏജ്, place of origin, triage category, diagnosis and initial treatment. Okay, ട്രയേജ് കണ്ടു. അപ്പൊ ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ കാഷ്വാലിറ്റി ഭാഗത്തിലൊക്കെ നമുക്ക് ട്രയേജ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ടാഗിങ് 4 നമ്മുടെ ട്രയേജിന്റെ കളർ കോഡ്: ഗ്രീൻ ഫോർ മൈനർ വാക്കിംഗ് വൂണ്ടഡ്, യെല്ലോ ഫോർ ഡിലേഡ്, അല്ലെങ്കിൽ സീരിയസ് ആണ് പക്ഷെ ലൈഫ് ത്രെറ്റനിങ് അല്ല, അങ്ങനത്തെ ഉള്ളവർക്കാണ് എന്ത്? യെല്ലോ കൊടുക്കുന്നത്. റെഡ് ഇമീഡിയറ്റ് അല്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആണ്, അവരുടെ സിറ്റുവേഷൻ ലൈഫ് ത്രെറ്റനിങ് ആണെങ്കിൽ നമ്മൾ റെഡ് ടാഗും, ബ്ലാക്ക് ടാഗ് ഡെഡ് ആയവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതാണ് ബ്ലാക്ക് ടാഗ്. ഓക്കെ.